തീർച്ചയായും. കാരണം ഇതിനൊരു വല്ലാത്ത തിടുക്കം കാണിച്ചു ഇത് എന്നുള്ളതാണ്. 5 വർഷം നേരത്തെ നമ്മളിതൊക്കെ നടപ്പാക്കി പദ്ധതി ഇട്ടതിനേക്കാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു മേനി നടിക്കുകയായിരുന്നു സർക്കാർ ഒരു ഘട്ടം വരെ ചെയ്തതെങ്കിൽ ഇതിൻ്റെ ആശങ്ക ജനങ്ങൾക്ക് അത്രമേലുണ്ട് എന്നുള്ളത് ആ ഘട്ടത്തിലൊന്നും സർക്കാർ തിരിച്ചറിഞ്ഞുമില്ല എന്നുള്ളതാണ്. അത്ര തിടുക്കപ്പെട്ടത് എന്തിനാണ് എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ ഗഡ്കരിയുടെ കുടുംബത്തിലേക്കും മക്കളിലേക്കും ഒക്കെ ചെന്ന് നിൽക്കുന്നത്. അത് ഗഡ്കരി പറഞ്ഞ ഒരു കണക്ക് ശരിയാണ്. കാരണം ഈ മൊത്തം എത്തനോൾ ഉൽപ്പാദനത്തിൻ്റെ ഒരു നിസ്സാര ശതമാനമാണ് കുടുംബത്തിൽ, പക്ഷേ കിട്ടിയ നേട്ടം കുടുംബത്തിനും കിട്ടിയല്ലോ എന്നുള്ളത് ഒരു വാസ്തവമാണല്ലോ. അപ്പോൾ ഈ തീരുമാനങ്ങൾ ഇതിനകത്ത് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം അദ്ദേഹം ഈ കേന്ദ്രമന്ത്രിയായിരുന്നുകൊണ്ട് ഈ നടപടിക്രമങ്ങളിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കളുള്ളപ്പോൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുള്ളപ്പോൾ അവരെ നേട്ടം ഉണ്ടാക്കില്ലേ എന്നുള്ള പ്രശ്നം ഉണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ വിട്ടുകളഞ്ഞാലും ജനങ്ങളുടെ ആശങ്കയുണ്ടല്ലോ. സുരേഷ്, ഇതിപ്പോൾ 23 കോടിയോളം വാഹനങ്ങളാണ് ഈ നിലയ്ക്ക് ആശങ്കപ്പെടുന്ന അവസ്ഥയിലുള്ളത്. ഈ പറഞ്ഞ 2003 മുതൽ 2015 എന്ന് അദ്ദേഹം ചുരുക്കി കാണിച്ചെങ്കിലും ഈ വാഹന മേഖലയിലുള്ളവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം 2023 വരെയുള്ള വാഹനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകും എന്ന് തന്നെയാണ്. 2023 വരെയുള്ള വാഹനങ്ങൾ കുറഞ്ഞ പക്ഷം 37 വരെയെങ്കിലും ഓടിക്കേണ്ട വാഹനങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത് ഇനി അങ്ങോട്ട് ഇത് സഹിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ആശങ്കാജനകമാണ്. പിന്നെ നിസ്സാരമായി പറയാവുന്നതല്ല ഈ റബ്ബർ ഭാഗങ്ങളിൽ ചെറിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത്. റബ്ബർ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വണ്ടിയുടെ തീപിടുത്തത്തിനും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത് പലപ്പോഴും. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, അതങ്ങനെ ലളിതവൽക്കരിച്ച് പോകാൻ കഴിയില്ല. അതും 1-2 അല്ല, 10-23 കോടി വാഹനങ്ങൾ ഈ നിലയ്ക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ കാറുകളും ബൈക്കുകളും ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം ഈ നിർണായക ഘട്ടമെത്തിയപ്പോൾ വലിയ ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുമ്പോൾ ആം ആദ്മി പാർട്ടി അതിന് ആളുകളെ ഒത്തുചേർക്കുന്നു. CJP നേരത്തെ പ്രഖ്യാപിക്കുന്നു ഇതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമെന്ന മട്ടിൽ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് രണ്ടും കർഷകരെയും വാഹന ഉടമകളെയും രണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഏറ്റവും ആശങ്കയുള്ള ആർക്കാണ്? സാധാരണ പാവപ്പെട്ട ടാക്സി ഡ്രൈവർമാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക് ഒക്കെയാണ് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. അവരെയെല്ലാം ഒരു പക്ഷത്ത് നിർത്തുക, കർഷകർ മറുപക്ഷത്ത്, എന്നിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ വലിയ മുന്നേറ്റമാവാതെ അല്ലെങ്കിൽ വലിയ പ്രതിഷേധമാവാതെ തണുപ്പിക്കാമെന്നുള്ള തന്ത്രം ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട്. ഈ ഇത് സംബന്ധിച്ച് കണ്ടന്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെതിരെയൊക്കെ കേസുകൾ പോകുന്നുണ്ട്, മാനനഷ്ട കേസൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ പൈസയൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെ ബഹുമുഖ തന്ത്രം ആ നിലയ്ക്ക് ഇനിയൊരു പ്രക്ഷോഭം ഉണ്ടാകാതെ അതിനെ തണുപ്പിക്കാൻ പ്രയോഗിക്കുകയാണ്. ഇപ്പുറത്ത് നേരത്തെ ഈ വിദ്യാർത്ഥികളുടെ നീറ്റ് സമരം ഉണ്ടായ സമയത്തും ഉണ്ടായിരുന്നു അത്. അതായത് റിസർവേഷനെതിരെ പെട്ടെന്നൊരു മുന്നേറ്റം, സംവരണം വേണ്ട എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ മണ്ഡൽക്കാലത്ത് ഉണ്ടായിരുന്ന മുന്നേറ്റം പോലെ ഒരു സംവിധാനം, ഒരു സോഷ്യൽ മീഡിയ പേജൊക്കെ വന്നിട്ട് റിസർവേഷനെതിരെ വലിയ പ്രചാരണം. ഈ റിസർവേഷനെതിരെ അതെന്താണ്, ഈ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് നടന്നില്ല. ഇതെന്താവും എന്നുള്ളത് കണ്ടറിയാം.